പത്തനംതിട്ടയിൽ ഈ വർഷം ഇതുവരെ തെരുവുനായയുടെ കടിയേറ്റത് 1257 പേർക്കാണ്. തെരുവുനായകളെ നിയന്ത്രിക്കാനുള്ള ABC പദ്ധതി ഒന്നുപോലും ജില്ലയിൽ പ്രവർത്തിക്കുന്നില്ല. ജില്ലയിലെ ചെറുപട്ടണങ്ങളെല്ലാം തെരുവുനായ ഭീതിയിലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ജില്ലയിൽ 50,823 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. പത്തനംതിട്ട കുമ്പഴയിൽ നഗരസഭ ഓപ്പൺ സ്റ്റേജിൽ കിടക്കുന്ന തെരുവുനായകളാണിത്. മഴ പെയ്താൽ തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ ഒരിടത്ത് തമ്പടിക്കും. തെരുവുനായ്ക്കളെ പേടിച്ച് പുറത്തിറങ്ങാൻ ഭയമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ ഒരു 10-50 പട്ടികളുടെ ശല്യമുണ്ട്. 50 പട്ടികൾ ഇവിടെ നടക്കുന്നവരെ ഓടിച്ചെന്ന് കടിക്കാൻ ചെല്ലുക. ആൾക്കാർക്കെല്ലാം പേടിയാ. ആൾക്കാർക്കെല്ലാം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനും എല്ലാം ബുദ്ധിമുട്ട്. പട്ടി പുറകെ ചാടിക്കൂടി ചെല്ലുക. വലിയ ഈ റോഡിന് കുറുകെ ചാടിയും വണ്ടി പോകുമ്പോൾ ചാടുകയും കൊച്ചു പിള്ളേരെ ഈ ആശുപത്രി വരുമ്പോൾ കടിക്കാൻ ചില പട്ടികളെ ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ശല്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പേപ്പട്ടി മറ്റ് തെരുവുനായ്ക്കളെ കടിച്ചതായും നാട്ടുകാർ പറയുന്നു. ഇന്നലെ ഒരു പട്ടി വന്ന് മറ്റു പട്ടികളെല്ലാം കടിച്ചിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർക്കെല്ലാം പേടിയായിട്ടുണ്ട്. അത് തന്നെയല്ല, ഇതെല്ലാം ചുമ്മാ തുറന്നിട്ടേക്കോ. ഇവിടെ വളരെയുള്ള സൗകര്യമുണ്ട്. ഇവിടെ നാട്ടുകാർ തന്നെ 5-6 പെൺപട്ടിയുള്ളതിനെല്ലാം കൊണ്ട് ഈ ചന്തയിലാണ് തള്ളുന്നു. അത് താഴെ മീൻ ചന്തയുണ്ട്. മീൻ ചന്തയിൽ ഇതുപോലെ പട്ടിയാണ്. ഭയങ്കര ശല്യമാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും വരാൻ പറ്റില്ല. ഹോസ്പിറ്റലിലും വരാൻ പറ്റത്തില്ല. ഭയങ്കര പ്രശ്നമാണ്. കഴിഞ്ഞ വർഷം പത്തനംതിട്ട ജില്ലയിൽ 14,184 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. 2022 14,898 പേർക്കും 2021 11,381 പേർക്കും 2020 9,103 പേർക്കും തെരുവുനായയുടെ കടിയേറ്റു. ഈ മാസം കലഞ്ഞൂരിലും പരിസര പ്രദേശങ്ങളിലും 25ഓളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. അടൂർ, പന്തളം, കുളനട തുടങ്ങിയ സ്ഥലങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. റാന്നി റൂട്ടിൽ കുറേ പട്ടികളുണ്ട്. കോന്നി റൂട്ടിൽ കുറേ പട്ടി, മലയാളപ്പള്ളി റൂട്ടിൽ കുറേ പട്ടികളുണ്ട്. ഇതെല്ലാം കൂടെ സന്ധി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൂടിക്കോളും. തിരുവല്ല പുളിക്കീഴിൽ ആനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, പത്തനംതിട്ട.